ദൈവത്തിന് സ്തുതി. ഇരുട്ടിനെ അകറ്റാൻ എത്ര വലിയ ശക്തി വേണം? ഒറ്റ മെഴുകുതിരി മതി. അങ്ങനെ തന്നെയാണ് മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഇരുട്ടിലേക്ക് പ്രകാശമായി വന്ന പെരുമ്പിള്ളി തിരുമേനി. തിരുമേനിയുടെ 27ാമത് ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് നാം ഇവിടെ ഒത്തുകൂടുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു ദർശനം, ഒരു ജീവിതം, ഒരു സഭയുടെ ഭാവി തന്നെ മാറ്റിയ കഥയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയുന്നത്. പുണ്യശ്ലോകനായ ഡോക്ടർ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത സഭയുടെ സാങ്കേതികവും കലുഷിതവുമായ കാലഘട്ടത്തിൽ കാതോലികവും ലൈംഗികവുമായ ഏകവിശ്വ സഭയെ സുധീരമായി നയിക്കുവാൻ പരിശുദ്ധ റൂഹായാൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതനായിരുന്നു. പെരുമ്പിള്ളി തിരുമേനി എന്ന നാമത്തിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം ലഭിച്ച ഇടയൻ ക്രൈസ്തവ സാഹിത്യ ലോകത്തിന് ലഭിച്ച അമൂല്യ സമ്പത്താണ്. തിരുമേനി പരിശുദ്ധ ദൈവമാതാവിനോടുള്ള നിസ്സീമമായ ഭക്തിയിൽ തന്റെ തൂലിക ചലിപ്പിച്ചപ്പോൾ ജന്മം കൊണ്ട പ്രാർത്ഥനകളും ഗീതങ്ങളും വിശ്വാസ ഹൃദയങ്ങളെ സ്വർഗീയ ആരാധനയുടെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്ക പ്രാപ്തിയുള്ളതായിരുന്നു. മലങ്കരയുടെ മണിനാഥം എന്നറിയപ്പെടുന്ന മോർ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ അക്ഷരസ്ഫുടത നിറഞ്ഞ വാക്കുകളും ഇമ്പമേറിയ ശബ്ദവും പ്രാർത്ഥനകളും ഓരോ ഭക്തഹൃദയത്തെയും ആഴമായി സ്പർശിക്കുന്നതുമായിരുന്നു. സഭ ഒരു കെട്ടിടമല്ല, ദൈവത്തിന്റെ ജീവൻ നൽകുന്ന ദൗത്യമാണെന്ന് തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച തിരുമേനി നമ്മുടെ സഭയ്ക്കായി ചെയ്ത സംഭാവനകൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ആത്മീയ നവീകരണം. ആചാരങ്ങളിൽ ഒതുങ്ങാതെ വിശ്വാസം പ്രവൃത്തികളായി മാറുവാൻ പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും സഭയുടെ അടിസ്ഥാനമാക്കി. 2. വിദ്യാഭ്യാസം. നാളെയുടെ സഭയെ പണിയുവാൻ അറിവുള്ള തലമുറ വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൺഡേ സ്കൂളുകളിലൂടെ കുട്ടികളെയും യുവജനങ്ങളെയും വിശ്വാസ ബോധത്തിലേക്ക് നയിച്ചു. 3. സഭയുടെ ഐക്യം. ഭിന്നതകൾ വരുമ്പോൾ സഭ ചിതറരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് പിരിയാനല്ല ഒന്നിക്കാനാണ് സഭ എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് സ്നേഹവും ക്ഷമയും ആയുധമാക്കി സഭയെ ഒന്നാക്കി. 4. സേവനം. സഭ ബലിപീഠത്തിൽ മാത്രമല്ല, വേദനിക്കുന്ന മനുഷ്യർക്കരികിലും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവശർക്കും ദരിദ്രർക്കും രോഗികൾക്കും കൈത്താങ്ങാകുവാൻ തിരുമേനി ശ്രമിച്ചു. സഭ കല്ലുകളിലല്ല മനുഷ്യ ഹൃദയങ്ങളിലാണ് പണിയേണ്ടത് എന്ന് തന്റെ ജീവിതം കൊണ്ട് തിരുമേനി നമ്മെ പഠിപ്പിച്ചു. തിരുമേനിയുടെ വിശ്വാസവും സ്നേഹവും ആത്മീയ സമ്പത്തും പിന്തുടരേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. നമ്മുടെ ഇടയിൽ നടക്കേണ്ട വഴിയിൽ നടക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ തിരുമേനിയുടെ കബറിനോട് ചേർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അഭയപ്പെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമാറാകും.
തുടയോൻ സ്വയമേ ബലിയായി. ദൈവിക കുഞ്ഞാടാം മശിഹായിൻ രക്തബലിയാൽ മോശൈക ബലിപോൽ ജാതികളെ തീർത്തു തുടച്ചു. പൂർവികയാഗത്തെ മാറ്റി ദൈവികദ്രോണോസിൽ അപ്പം വീഞ്ഞിൽ മശിഹായിൽ ബലിസാദനമാ മൽക്കീസദേക്കിൻ ക്രമമാ മശിഹാ സ്നേഹത്തരുളിയ യാഗം തൻ സ്മരണയ്ക്കായി ദൈവം അഹരോനിൻ പൂശുക പാവനനാവാം പാവന തൈലത്താൽ പൂശും നീപ്പോൾ സ്നാനം പ്രാപിപ്പൊരു കുഞ്ഞാടിനെ പാവന തൈലത്താൽ മാമോദീസ ഏൽക്കും കുഞ്ഞാടിനെ വെളിവായി പൂശും തൈലവുമിതു തന്നെ. റൂഹാഗൂഢം റോഷ്മാ ശീലം കൊടു ദൈവികമായി വാ